ബദർ രണഭൂമിയിൽ സമരമുഖത്തായി അണിനിരുന്ന ധീരന്മാരായ സുഹാബത്ത്. അവരുടെ നേതാവാരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യകാരണങ്ങൾ പറയലല്ല ലക്ഷ്യം. എല്ലാവർക്കും അത്യാവശ്യം ആ കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. പരസ്പരം പോർമുഖത്ത് നേർക്കുനേരെ ഒന്നിക്കുകയാണ്. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഏതിനും ഒരു കാരണം വേണം. ഒരു കാര്യകാരണം കാത്തിരുന്നത് പോലെ വെള്ളമില്ലാതെ സ്വഹാബത്തിന് കുടിക്കാനോ വുളു എടുക്കാനോ അംഗസ്നാനം ചെയ്യാനോ സംവിധാനമില്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടു. മഴയില്ല, വെള്ളമില്ല. നബി തങ്ങൾ ദുആ ചെയ്തു, നല്ല മഴ പെയ്തു. വെള്ളം പിന്നീട് ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്വഹാബത്ത് എന്ത് ചെയ്തു? ഒരു ചെറിയ ഹൗല് പോലെ, ഒരു തടാകം പോലെ കെട്ടി നിർത്തി. ഇത് മനസ്സിലാക്കിയ ശത്രുപക്ഷം, അവരുടെ നേതാവായ അബൂജഹൽ യുദ്ധം തുടങ്ങുന്നതിനൊരു കാരണം തിരക്കിയിരുന്നതുപോലെ അബൂജഹൽ അവന്റെ അനുയായികളോട് പറഞ്ഞു, മുഹമ്മദിന്റെ ഹൗല്, മുഹമ്മദും അനുയായികളും അവർക്ക് ഉപയോഗിക്കാൻ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഹൗലായി. അത് പോയി പൊളിക്കാൻ, അത് തകർക്കാൻ നിങ്ങളിൽ ആരാണ് ഉള്ളത് എന്ന് അബൂജഹൽ അവന്റെ അനുയായികളോട് ചോദിച്ചപ്പോൾ അസ്വദുൽ മഖ്സൂമി, മഖ്സൂം ഗോത്രക്കാരനായ ആരോഗ്യ ദൃഢഗാത്രനായ ബില്ലാളി ബിജുകേശുവായ അസ്വദുൽ മഖ്സൂമി എന്ന ഒരാൾ തയ്യാറാവുകയാണ്. അസ്വദ് പറഞ്ഞു, ഞാൻ പോയി തകർക്കാം മുഹമ്മദിന്റെ തടാകം ഹൗള്, ഞാൻ പോയി തകർക്കാം. ലാ അശ്റബന്ന മിൻ ഹൗളിഹിം ഔ ലാ അഹ്ദിമന്നഹും ഔ ലാ അമൂതന്ന ദൂനഹു. അസ്വദ് പറയാണ് അബൂജഹലിനോട്, ലാ അശ്റബന്ന മിൻ ഹൗളിഹിം, അവരെ ഹൗളിൽ നിന്ന് ഞാൻ പോയി കുടിക്കും. മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ ഹൗലിൽ നിന്ന്, തടാകത്തിൽ നിന്ന് അവരുടെ അടുത്ത് ചെന്ന് ഞാൻ ഹൗലിൽ നിന്ന് കുടിക്കും. നോക്കിക്കോ അബൂജഹൽ, ഔലി അഹ്ദിമന്നഹു, അല്ലെങ്കിൽ ആ ഹൗല് ഞാൻ തകർക്കും, ഞാൻ നശിപ്പിക്കും. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ഔല അമൂതന്ന ദൂന, ഞാൻ അവിടെ മരിക്കും. വില്ലനാണ് അസ്വദ്. അസ്വദ് ചാടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവരുടെ ആവശ്യത്തിനായി കെട്ടിയുണ്ടാക്കിയ ഹൗലിന്റെ മുമ്പിൽ വന്നു. അസ്വദിന്റെ വരവ് കണ്ടപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസത്തുൽ ഖറാറിനോട് പറഞ്ഞു, ഹംസ, അസ്വദിനെ നേരിടാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ ഹംസ. അസ്വദുമായി പോരടിക്കാൻ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തിരഞ്ഞെടുക്കുകയാണ്. ഹംസത്ത് റളിയല്ലാഹു അൻഹു കയ്യിൽ വാളുമേന്തി തടാകത്തിന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന അസ്വദിന്റെ മുമ്പിലേക്ക് ഹംസത്ത് റളിയല്ലാഹു അൻഹു ചാടി വീഴുകയാണ്. രണ്ടുപേരും തമ്മിൽ പരസ്പരം സമരമാണ്, യുദ്ധമാണ്. വെട്ടുകയാണ്, മാറി മാറി വെട്ടുകയാണ്, തടുക്കുകയാണ്, തടുക്കുകയാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വെട്ട് അസ്വദിന്റെ കാലിൽ പതിച്ചു. അസ്വദാ ഹൗലിന്റെ കരയ്ക്കതാ വീഴുകയാണ്, പിന്മാറില്ല. അസ്വദ് മുറിവേറ്റ കാലുമായി നിരങ്ങി അതാ ഹൗലിന്റെ അടുത്ത് ചെല്ലുകയാണ്, ഹൗലിൽ കടക്കുകയാണ്. മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹു ഹൗലിൽ ചാടുകയാണ്. ആ ഹൗലിലിട്ട് അസ്വദിനെ ഹംസത്ത് റളിയല്ലാഹു അൻഹു വകവരുത്തി കളഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു തിരികെ കയറി. അബൂജഹൽ സഹിക്കോ? അവരെ കൂട്ടത്തിലെ ഏറ്റവും വില്ലാളി വീരനാണ്.
കാലം കഴിഞ്ഞു പോയിരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. അലാ അബൂജഹൽ പ്രതികാരം എന്നോണോ 3 ആളുകളെ അതാ തിരഞ്ഞെടുക്കുകയാണ്. ഉത്ബത്തിന്റെ സഹോദരൻ ഷൈബത്തിനെ, ഉത്ബത്തിന്റെ മകൻ വലീദിനെ 3 പേരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇനി നമുക്ക് നോക്കി നിൽക്കാൻ പറ്റൂല. നിങ്ങൾ 3 ആളും ആദ്യമായി അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഉത്ബത്തിനെയും സഹോദരൻ ഷൈബത്തിനെയും ഉത്ബത്തിന്റെ മകൻ വലീദിനെയും പറഞ്ഞു വിടുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ചീഫ് കമാൻഡർ. ആ ചീഫ് കമാൻഡറായ മുത്തുനബി എന്ത് ചെയ്തു? മദീനക്കാരായ 3 സ്വഹാബത്തിന് മഹാനായ മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു, ഔഫ് റളിയല്ലാഹു അൻഹു, ഈ 3 പേരോട് പറയുകയാണ്, ഉത്ബത്തിനോട്, ശൈബത്തിനോട്, വലീദിനോട് പോരാടാൻ നിങ്ങളെ ഞാനിതാ തിരഞ്ഞെടുക്കുന്നത്. 3 പേരും അതാ അടർക്കളത്തിലേക്ക് ചാടി വീഴുന്നു. മദീനക്കാരവർ 3 പേരും. അപ്പോഴാണ് ഉത്ബത്തും ശൈബത്തും അവിടെ നിന്നുകൊണ്ടൊരു സിംഹഗർജനം നടത്തുന്നു. എടാ മുഹമ്മദ്, മാലനാ ബികും ഹാജത്തുൻ ഇന്നമാ നുരീദു ഖൗമനാ. ഈ മദീനക്കാരായ പാവപ്പെട്ടവരെയല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നോടൊപ്പം വന്ന കുറേവന്മാരില്ലേ മുഹാജിരിങ്ങള്, മക്കത്ത് നിന്ന് വന്നവന്മാർ, പറഞ്ഞുവിട്, അവന്മാരെ ഇറക്കി വിടും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? മുത്തുനബി വിളിക്കുന്നു, യാ ഹംസ. കൊച്ചാപ്പ ഹംസത്തുൽ കറാറിനെ വിളിച്ചു. മുത്തുനബിയുടെ വളർത്തു മകനായ മഹാനരായ സയ്യിദുനാ 20 വയസ്സ് മാത്രം പ്രായമുള്ള അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. 63 വയസ്സ് പ്രായം ചെന്ന അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹു 58 വയസ്സാണ്. 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെയാണ് അവർ ചോദിക്കുന്നത്, പൊയ്ക്കോന്ന് പറഞ്ഞു. അവര് മുഹാജിരിങ്ങളാ, മക്കക്കാരാണ്. അവർ ചാടിയിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരനായ വലീദുമായി യുദ്ധം തുടങ്ങി. മഹാനരായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ശൈബത്തുമായി യുദ്ധം തുടങ്ങി. മഹാനായ 63 വയസ്സെത്തിയ വയസ്സനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തുമായി പോരടിക്കുകയാണ്. ഹംസ വില്ലനല്ലേ, ഹംസ വില്ലാളി വീരനല്ലേ. ഹംസത്ത് റളിയല്ലാഹു അൻഹു നിമിഷങ്ങൾക്കകമതാ വലീദിനെ വകവരുത്തുകയാണ്. അലിയാര് തങ്ങൾ ശൈബത്തിനെയും വകവരുത്തി. പക്ഷേ 63 വയസ്സുള്ള വൃദ്ധനായ അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട ഉത്ബത്തുമായി ശക്തമായി പോരടിക്കേണ്ടി വന്നു. മാറി മാറി വെട്ടുന്നു. ഉത്ബത്തിന്റെ ഒരു വെട്ട മഹാനായ അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തുടയല്ലിൽ കാലിൽ വന്നു പതിക്കുന്നു. അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണഭൂമിയിലതാ വീണു പോകുന്നു. വീണ അബൂ ഉബൈദയെ വെട്ടാൻ ദൂരെ നിന്ന ഉത്ബത്ത് ഓടി വരുമ്പോഴേക്കും അതാ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഹംസത്ത് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ താലിബ് തങ്ങളും പെട്ടെന്ന് ചാടി ഇറങ്ങുകയാണ്. ചാടി ഇറങ്ങി ഉത്ബത്തിനെ വകവരുത്തിയിട്ട് രണഭൂമിയിൽ അതാ രക്തമൊലിപ്പിച്ച് വീണ് കിടന്ന് 63 വയസ്സ് പ്രായമുള്ള അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ ഹംസത്തുൽ കറാർ തങ്ങളെടുത്തു തോളിലിട്ടു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഹംസത്തിനോട് പറഞ്ഞു, എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലുള്ള ടെന്റിലേക്ക് എന്നെ കൊണ്ടുപോകൂ ഹംസ.
അള്ളാഹുവിന്റെ റസൂലുള്ള ടെന്റിൽ ചെല്ലുകയാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ രക്തമൊലിച്ചിറങ്ങുന്ന ശരീരവുമായി കൊണ്ടുവരുമ്പോൾ മുത്തുനബി തങ്ങളെ കാല് അള്ളാന്റെ റസൂൽ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. ആ മുബാറക്കായ പവിത്രമായ റിസാലത്തിന്റെ ആ പവിത്രമായ കാലിലേക്ക് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയാണ്. അള്ളാന്റെ റസൂൽ കാലിങ്ങനെ നീട്ടിക്കൊടുത്തു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ കാലിലങ്ങ് കിടത്തിക്കൊടുത്തു. ഉബൈദത്ത് തങ്ങൾക്ക് റസൂലുള്ളാഹിനോട് ചോദിക്കാവോ ഒരൊറ്റ കാര്യമുള്ളൂ, നബിയേ, അങ്ങയോടൊപ്പം ഈ രണഭൂമിയിൽ അടരാടാൻ ഇറങ്ങി വന്ന ഞാൻ ഷഹീദാകണമെന്ന് മോഹിച്ചു വന്നവനാണ് നബിയെ. തിരിച്ചു ജീവനോടെ പോകണമെന്ന് വിചാരിച്ചു വന്നവനല്ല. യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോട് ചോദിക്കാനൊന്നേ ഉള്ളൂ, അലസ്തു ഷഹീദാ, ഞാൻ ഇവിടെ വെച്ചോ ഇതിന് വെളിയിലോ മറ്റെവിടെങ്കിലോ ഇത് സംബന്ധമായി മരിച്ചാലും ഞാൻ ഷഹീദാകുമോ? ഞാൻ ഷഹീദാണോ? ഷഹീദിന്റെ കൂലിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ഉബൈദ അശ്ഹദു അന്നക ഷഹീദ, നീ വെട്ട് കാരണത്താൽ നീ എവിടെ വെച്ച് നീ മരിച്ചാലും നീ ഷഹീദാണ്, ഞാൻ സാക്ഷി നിൽക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു മുത്തായ തങ്ങളെ പവിത്രമായ ആ പൂമുഖത്തേക്ക് നോക്കി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മനോഹരമായ ഒരു രണ്ടുവരി പദ്യം ആലപിച്ചു. ഫഇയഖ്തഊ റിജ്ലി ഫഇന്നി മുസ്ലിമൂ فأرجو به عيشا من الله عاليا. നബിയേ, അവന്റെ കാല് മുറിച്ചോ, അവൻ എന്റെ കാലിൽ വെട്ടി, യുത്തുബന്റെ കാലിൽ വെട്ടി എന്റെ കാല് മുറിച്ചു. പക്ഷേ മുസ്ലിമോ നബിയേ, എന്റെ ഏക സമാധാനം, എന്റെ ഒരേ ഒരു സമാധാനം മുസ്ലിമൻ, ഞാൻ 1ാം ക്ലാസ് മുസ്ലിമാണ് എന്നതാണ്, ഞാനൊരു മുഅ്മിനാണ് എന്നതാണ്. അർജൂ ബിഹി ഐശൻ മിനല്ലാഹി ആലിയാ. പടച്ചറപ്പിന്റെ ഉന്നതമായ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം ഞാൻ അല്ലാഹുവിൽ നിന്ന് ഞാനിതാ ആഗ്രഹിക്കുന്നു നബിയേ. വഅൽബസനിർ റഹ്മാനു മിൻ ഫളിലി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി വത്തൽ മസാബിയാ. യാ റസൂലല്ലാഹ്, وألبسني الرحمن من فضل منه. അല്ലാഹു ജല്ല ജലാലു അവന്റെ ഔദാര്യം കൊണ്ട് ഇസ്ലാമാകുന്ന മനോഹരമായ വസ്ത്രത്തെ അവൻ എന്നെ ധരിപ്പിച്ചല്ലോ നബിയേ. ഞാൻ കുഫരിയത്തിൽപ്പെട്ട ആളല്ലല്ലോ, ഞാൻ 1ാം ക്ലാസ് മുസ്ലിമാണല്ലോ. ഇസ്ലാമാകുന്ന വസ്ത്രത്തെ അള്ളാഹു എന്നെ ധരിപ്പിച്ചു. ഇവിടുന്ന് എവിടെ പോയി ഞാൻ ഇനി ഇക്കാരണത്താലും മരിച്ചാലും ഞാൻ ഷഹീദാണെന്ന് തങ്ങൾ പറഞ്ഞല്ലോ. അതിനപ്പുറം ഈ അബൂ ഉബൈദയ്ക്ക് വേറൊന്നും ഇല്ല. 63 വയസ്സുള്ള അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് തിരിച്ച് മദീനത്തേക്ക് മടങ്ങുന്നു. സഫ്ര എന്ന സ്ഥലത്ത് വെച്ച് വഫാത്താകുന്നു. അവിടെയാണ് അടക്കം ചെയ്തത്. അല്ലാഹുവേ, മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളോടൊപ്പം സ്വർഗം പുൽകാൻ ഞങ്ങൾക്ക് നീ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. പരിശുദ്ധ റമളാനിന്റെ 17 നോമ്പെടുത്തവർ, വയസ്സന്മാർ, 50, 60, 63, 70 വയസ്സുള്ള സഹാബത്ത്, നോമ്പെടുത്തിട്ട് സമരം ചെയ്തവർ, നോക്കുന്നവരുടെ ഈമാൻ എത്രയാണല്ലേ. എന്താണ് അവരുടെ ഈമാൻ? നമുക്കല്ലേ മുഷിപ്പ്, നമുക്കാണ് മടി, നമുക്കാണ് ഒരല്പസമയം അങ്ങോട്ടായി നമുക്ക് വലിയ ബേജാറാ. അല്ലാഹ്, പരിശുദ്ധ സഹാബത്ത് അനുഭവിച്ച ത്യാഗം എത്രയാണല്ലേ. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നാഥനായ അല്ലാഹു അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളുടെ മഹത്വം അത് വലിയതാണ്. ബദരീങ്ങളുടെ മദ്ഹ് പറയാൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്.
മദീനത്തൊരു പെണ്ണിന്റെ കല്യാണം നടക്കുന്നു. ആരുടെ? മുഅവ്വിദിന്റെ പുത്രി റുബയ്യന്റെ കല്യാണം. ആ റുബയ്യ പിന്നീട് പറഞ്ഞാണ്, എന്റെ കല്യാണത്തിന് കുട്ടികൾ എന്റെ വീട്ടിൽ ദഫ് മുട്ടിക്കൊണ്ടിരുന്നു. എന്റെ വീട്ടിൽ എന്റെ കല്യാണത്തിന് ദഫ് മുട്ടിക്കൊണ്ടിരുന്നു. ദഫടിച്ചു. ഈ ദഫടിച്ച കുട്ടികള് പാട്ടുപാടുന്നത് ബദരീങ്ങളുടെ മഹത്വമാണ്. ബദരീങ്ങളുടെ മഹത്വമാണ്. ബദറിൽ ഷഹീദായി അവരുടെ പിതാക്കന്മാരുടെ മദ്ഹ് ഇങ്ങനെ കുട്ടികൾ പാടുകയാണ്. ബദരീങ്ങളെ മഹത്വം. അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരികയാണ്. റസൂലുള്ളാഹിനെ കണ്ടപ്പോ അവരൊന്ന് മാറ്റിപ്പിടിച്ച് പിള്ളേര് പാട്ടുപാടിയ പാട്ട്, ബദരീങ്ങളെ മദ്ഹ് പാടിക്കൊണ്ടിരുന്ന, ദഫടിച്ച് പാട്ടുപാടിക്കൊണ്ടിരുന്ന കുട്ടികളെ റസൂലുള്ളാഹിനെ കണ്ടപ്പോ അവർ മാറ്റിപ്പാടി. വഫീനാ നബിയുന യഅലമു മാ ഫീ ഗദീ, ഞങ്ങളുടെ ഇടയിലേക്ക് ഇതാ അല്ലാഹു ജല്ല ജലാലു ഉദയം ചെയ്തു തന്ന മുത്തായ തങ്ങളെ, വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുന്ന പ്രവാചകരെ. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടപ്പോ പാടിയേ. ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദരീങ്ങളുടെ മദ്ഹ് പാടിയ പാട്ട് നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ മൗലിദ് മദ്ഹ് പാടിയപ്പോ നബി തങ്ങൾ ആ കുട്ടികളോട് പറഞ്ഞു, ലാ തഖൂലി ഹകദാ വഖൂലി മാ കുന്തി തഖൂലി. നിങ്ങൾ എന്റെ മദ്ഹ് പാടണ്ട, അത് കേൾക്കാനല്ല ഞാൻ വന്നത്. നിങ്ങൾ ഏത് മഹാന്മാരെ കുറിച്ച് പാടിയോ, ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ പാട്ടുപാടിയല്ലോ, ഞാൻ ആ ബദരീങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് എന്റെ മദ്ഹ് നിങ്ങളിപ്പോ പാടണ്ട. ഞാൻ വരുന്നത് വരെ നിങ്ങൾ പാടിക്കൊണ്ടിരുന്ന മഹാന്മാരായ ധീരന്മാരായ എന്റെ പ്രിയപ്പെട്ട സഹാബത്തുണ്ടല്ലോ, ആ ബദരീങ്ങളുടെ മദ്ഹ് നിങ്ങൾ പാടൂ, അത് തുടർന്ന് പാടൂ, ഞാൻ അതൊന്ന് കേട്ട് ആസ്വദിക്കട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി തങ്ങളെ ഹദീസാണ്, നിഷേധിക്കാൻ പറ്റുമോ? ബദർ മൗലിദ് ഓതാൻ പാടില്ല, മദ്ഹ് പറയാൻ പാടില്ല, മഹാന്മാരെ അവരുടെ അവദാനങ്ങൾ പ്രകീർത്തിക്കാൻ പാടില്ല എന്ന് ചൽപ്പിക്കുന്നവർ നമ്മുടെ നാട് നീളം ഉണ്ടല്ലോ. അവർക്ക് ബദരിയത്ത് എന്ന് പറയുമ്പോൾ അലർജിയാണ്. മഹാന്മാരെന്ന് കേട്ടാൽ അവർക്ക് വല്ലാത്ത വിളറിയാൻ, അവർക്ക് വല്ലാത്ത ദേഷ്യമാണ്. ഇവിടെ ഇമാം ബുഖാരി തങ്ങള് അവിടുത്തെ 3700 നമ്പർ ഹദീസായി കൊണ്ടുവന്നതാണ് ഈ സംഭവം. ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ ബദരീങ്ങളുടെ മദ്ഹ് അവർ പാടി റസൂലുള്ളാഹി അനുവാദം കൊടുത്തു, അള്ളാന്റെ റസൂല് സമ്മതം കൊടുത്തു. അതാണ് നമ്മളും പാടിയത്, അതാണ് നമ്മളും ചൊല്ലുന്നത്. നാഥനായ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.